ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീതി ആയോഗിന്റെ 10ാമത് ഭരണസമിതി യോഗത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കും. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര പര്യടനത്തിനായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം യാത്ര തിരിച്ചു. പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് അടുത്ത മാസം 23 വരെ നീട്ടി. സാമൂഹിക നീതിയിലധിഷ്ഠിതമായ വികസനമാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ അടുത്ത 6 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 42 റൺസിന് പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ വിശദമായി. നീതി ആയോഗിന്റെ 10ാമത് ഭരണസമിതി യോഗത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കും. 2047ഓടെ വികസിത ഭാരതത്തിനായി വികസിത സംസ്ഥാനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും കേന്ദ്രമന്ത്രിമാരും നീതി ആയോഗ് സിഇഒ അംഗങ്ങളും ഭരണസമിതി യോഗത്തിൽ പങ്കെടുക്കും. രാജ്യം നേരിടുന്ന വികസന വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ സംസ്ഥാനങ്ങളുടെ പങ്കിനെക്കുറിച്ച് സമവായം സൃഷ്ടിക്കുന്നതിനും യോഗം വേദിയൊരുക്കും. ലാഭവിഹിതമായി ലഭിച്ച 2.61 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് നൽകാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനം. ആർബിഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിൽ മുംബൈയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആഭ്യന്തര ആഗോള സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത ബോർഡ് ഈ വർഷത്തെ ആർബിഐയുടെ വാർഷിക റിപ്പോർട്ടിനും സാമ്പത്തിക പ്രസ്താവനകൾക്കും അംഗീകാരം നൽകി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര പര്യടനത്തിനായി ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം യാത്ര തിരിച്ചു. യുഎസ്, പനാമ, ഗയാന, ബ്രസീൽ, കൊളംബിയ എന്നീ രാജ്യങ്ങളിലാണ് സംഘം സന്ദർശനം നടത്തുക. സർക്കാരിന്റെ നയം വ്യക്തമാണെന്നും ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചും പഹൽഗാം ഭീകരാക്രമണത്തെ സംബന്ധിച്ചും ലോകത്തെ ധരിപ്പിക്കുകയാണ് പ്രതിനിധി സംഘത്തിന്റെ ലക്ഷ്യമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി ശശി തരൂർ എംപി മാധ്യമങ്ങളോട് പറഞ്ഞു. सरकार ने तो उनकी पोजीशन काफी स्पष्ट किए हैं. हमारे स्पोक्समैन मिनिस्ट्री के और हमारे फॉरेन सेक्रेटरी साहब भी सीधे लोगों को बताएं कैसे हुआ और क्या हुआ. हम वहां जा रहे हैं लोगों को समझाने के लिए कि हमारा अनुभव क्या था और हमने जो किया क्यों किया और भविष्य में हमारी एटीट्यूड क्यों ऐसे होंगे. സൌദി, കുവൈറ്റ്, ബഹ്റൈൻ, അൾജീരിയ എന്നീ രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്നതിനായി ബൈജയന്ത് പാണ്ഡെ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം പുറപ്പെട്ടു. ഇന്ത്യയുടെ ഐക്യം വളരെ പ്രധാനമാണെന്നും രാജ്യത്തിന്റെ സന്ദേശം ലോകത്തിനു മുന്നിൽ എത്തിക്കുകയാണ് പ്രതിനിധി സംഘത്തിന്റെ ലക്ഷ്യമെന്നും ബിജെപി നേതാവ് ബൈജയന്ത് പാണ്ഡെ മാധ്യമങ്ങളോട് പറഞ്ഞു. The unity that you have seen across the spectrum in India is very real, and there's a real understanding and a real commitment to taking the message out. So we're looking forward to this trip. അതേസമയം സഞ്ജയ് ഝാ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം ബ്രസീൽ, ഓസ്ട്രേലിയ, കൊളംബിയ, ഗ്രീസ്, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുടെ അംബാസിഡർമാരുമായി ജപ്പാനിൽ കൂടിക്കാഴ്ച നടത്തി. കനിമൊഴി എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം റഷ്യയിൽ പര്യടനം തുടരുകയാണ്. സ്പെയിൻ, ഗ്രീസ്, സ്ലൊവേനിയ, ലാത്വിയ എന്നീ രാജ്യങ്ങളും സംഘം സന്ദർശിക്കും. അതേസമയം നയതന്ത്ര ചർച്ചകൾക്കായി നിയോഗിച്ച 4 ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങളുമായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ആശയവിനിമയം നടത്തി. കോൺഗ്രസ് നേതാവ് ശശി തരൂർ, ബിജെപി നേതാവ് രവിശങ്കർ പ്രസാദ്, എൻസിപി എസ്പി നേതാവ് സുപ്രിയ സുലെ, ബിജെപി നേതാവ് ബൈജയന്ത് പാണ്ഡെ എന്നിവരുടെ പ്രതിനിധി സംഘമാണ് ചർച്ചകളിൽ ഉണ്ടായിരുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബെർലിനിൽ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നടപടികൾക്കുള്ള ജർമ്മനിയുടെ പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു. ഭീകരവാദത്തിനെതിരെ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്ന് ജർമ്മനിയോട് വ്യക്തമാക്കിയതായും പാകിസ്ഥാനുമായുള്ള ബന്ധം ഉഭയകക്ഷിപരമായിരിക്കുമെന്ന് അറിയിച്ചതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. Let me share with you what I conveyed to Minister Wadiful. India has zero tolerance for terrorism. India will never give in to nuclear blackmail. And India will deal with Pakistan purely bilaterally. There should be no confusion in any quarter in that regard. We also value Germany's understanding that every nation has the right to defend itself against terrorism.
പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് അടുത്ത മാസം 23 വരെ നീട്ടി വ്യോമയാന മന്ത്രാലയം. പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്തതും സൈനിക വിമാനങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാന്റെ ഉടമസ്ഥതയിലുള്ളതും വാടകയ്ക്കെടുത്ത് പ്രവർത്തിപ്പിക്കുന്നതുമായ വിമാനങ്ങൾക്ക് ഇക്കാലയളവിൽ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാനാവില്ല. പാകിസ്ഥാൻ ഭീകരാക്രമണങ്ങളെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരാക്രമണങ്ങൾ പതിറ്റാണ്ടുകളായി ഇന്ത്യ അനുഭവിച്ചിട്ടുണ്ടെന്ന് യുഎൻ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. സായുധ സംഘട്ടനങ്ങളിൽ സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള തുറന്ന ചർച്ചയ്ക്കിടെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഭീകരവാദികളും സാധാരണക്കാരും തമ്മിൽ വേർതിരിവ് കാണിക്കാത്ത ഒരു രാജ്യത്തിന് സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യതയില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സർവ്വതല സ്പർശിയായ വികസനമാണ് കേരളം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രിസഭയുടെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം, ദേശീയപാത വികസനം എന്നിവയിൽ സംസ്ഥാനം മികച്ച മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയപാത നിർമ്മാണ ഘട്ടത്തിലെ അപാകതകൾ ഗൌരവമായി പരിശോധിച്ച് നടപടിയെടുക്കാൻ ദേശീയപാത അതോറിറ്റിക്കും ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ വകുപ്പിനും കഴിയും. ഈ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ അഭിപ്രായം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ വാർഷിക പ്രോഗ്രസ് റിപ്പോർട്ട് ശ്രീ പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. കേരളത്തിൽ അടുത്ത 6 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പരിഗണിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീവ്രമഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇടുക്കിയിലെ ജലാശയങ്ങളിൽ ജലവിനോദങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയിലെ ട്രെക്കിംഗും നിരോധിച്ചു. കോഴിക്കോട് ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുപ്പ്, ഖനനം എന്നിവയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ നദീതീരങ്ങൾ, ബീച്ചുകൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവയിലെ വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ കേരളത്തിൽ നിരീക്ഷണം ശക്തമാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോവിഡ് കേസുകളുടെ വർധനവ് കണ്ടെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും ജില്ലകൾ കൃത്യമായി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. 273 കോവിഡ് കേസുകളാണ് മെയ് മാസത്തിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോവിഡ് കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കിടക്കകൾ, ഓക്സിജൻ, മരുന്നുകൾ, വാക്സിനുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ ഡൽഹി സർക്കാർ ആശുപത്രികളോട് ആവശ്യപ്പെട്ടു. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലെയും ഇൻഫ്ലുവൻസ, കടുത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ സംയോജിത ആരോഗ്യ വിവര പ്ലാറ്റ്ഫോം പോർട്ടലിൽ ദിവസേന റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകി. നിലവിൽ ഒരു തരത്തിലുള്ള പരിഭ്രാന്തിയുടെയും ആവശ്യമില്ലെന്നും ഏത് സാഹചര്യവും നേരിടാൻ സർക്കാർ സജ്ജമാണെന്നും ഡൽഹി ആരോഗ്യമന്ത്രി പങ്കജ് കുമാർ സിംഗ് പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 42 റൺസിന് പരാജയപ്പെടുത്തി. 232 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന RCB 19.5 ഓവറിൽ 189 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ന് വൈകുന്നേരം 7:30 ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പോളണ്ടിൽ നടന്ന ജാനുസ് കൊസോസെൻസ്കി മെമ്മോറിയൽ മീറ്റ് 2025 ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ താരം നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം. 84.14 മീറ്റർ ദൂരം എറിഞ്ഞാണ് നീരജ് നേട്ടം കൈവരിച്ചത്. ജർമ്മനിയുടെ ജൂലിയൻ വെബറിനെയാണ് 1ാം സ്ഥാനം. മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ വിഭാഗം സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ഇന്ന് ജപ്പാൻ താരത്തെ നേരിടും. ഫ്രാൻസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്ത് സെമി ഫൈനലിൽ പ്രവേശിച്ചത്. അമേരിക്കയിൽ നടക്കുന്ന ദി സോക്കർ ഫുട്ബോൾ ടൂർണമെന്റിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ വെസ്റ്റ് ഹാം യുണൈറ്റഡ്സിനായി മലയാളി ഫുട്ബോൾ താരം KP രാഹുലിനെ തിരഞ്ഞെടുത്തു. ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം പ്രധാന അന്താരാഷ്ട്ര ക്ലബ് ഫുട്ബോൾ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. തൃശൂർ സ്വദേശിയായ KP രാഹുൽ ഇന്ത്യൻ ദേശീയ ടീമിനായി ഇതുവരെ 7 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇറാൻ US 5ാം ഘട്ട ആണവ ചർച്ചകൾ റോമിൽ നടന്നു. എന്നാൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്നും ചർച്ചകൾക്ക് ഇരുപക്ഷവും സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും അമേരിക്കയിലെ ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കി. 2 മണിക്കൂർ നീണ്ട ചർച്ചയിൽ മധ്യേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുത്തു. തുടർ ചർച്ചകൾ ആവശ്യമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയും അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നിതി ആയോഗിന്റെ 10ാമത് ഭരണസമിതി യോഗത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കും. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര പര്യടനത്തിനായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ MPയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം യാത്ര തിരിച്ചു.
പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് അടുത്ത മാസം 23 വരെ നീട്ടി. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ വികസനമാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ അടുത്ത 6 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 42 റൺസിന് പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.